ഇവർ വിവാഹിതരായാൽ ഇന്നത്തെ സീരിയൽ എപ്പിസോഡ്. എന്താ പറ്റിയ, വയ്യോ? പണ്ടത്തെ പോലെ കളിയും ചിരിയൊക്കെ കുറവാ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറ. ക്ഷീണമാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. ഒന്നുമില്ല അച്ഛാ, നമുക്ക് പോയാലോ? ഇതിലെന്തെങ്കിലും എടുത്ത് കഴിക്കുക. എനിക്ക് വേണ്ടച്ചാ. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. CCTV ഒക്കെ ഇല്ലയോ? ഇതേ വന്ദേ ഭാരതാ. എന്നാൽ നമുക്ക് പോവാം. വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തള്ളാൻ ആരുമില്ല. അതെന്താ? ഇവിടെയാണെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയേക്കുക. ആണോ? അതിനൊരു കാരണം വേണ്ടേ? അച്ഛൻ്റെ കാർ അങ്ങാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. കാർ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഓണാവുന്നില്ല. വന്ദേ ഭാരത് വന്ദേ ഭാരതായി. ഇപ്പം ശരിയാക്കാം. എല്ലായിടത്തും ഓയിൽ ലീക്കാണ്. രക്തം ഛർദ്ദിക്കുന്ന പോലെ. എഞ്ചിൻ മാറ്റിക്കഴിഞ്ഞാൽ കുറേ നാൾ ഓടും. ഈ കാറിന് അധികകാലം ഓടില്ല. ഈ കാറും അച്ഛനും അച്ഛൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഞാനും ഈ കാറും തമ്മിലുള്ള ബന്ധം അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാണ്. എന്താ അച്ഛാ? ഈ കാറും ഞാനും അച്ഛനുമായിട്ടുള്ള ബന്ധം. സമയമാവട്ടെ, അച്ഛൻ പറഞ്ഞു തരാം. ചുമച്ച് ബ്ലഡ് ഛർദ്ദിക്കുന്നു. അച്ഛൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട, ഞാനൊരു ടാക്സി വിളിക്കാം. അപ്പം എൻ്റെ കാറോ? അത് വർക്ക്ഷോപ്പിൽ ആരെയും വിളിച്ച് ഞാൻ പറയാം. ഭൂമി, എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ സർജറി ചെയ്തില്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റത്തില്ല. മരണത്തിന് വിട്ടുകൊടുക്കണം. ഡോക്ടർ അങ്ങനെ പറയരുത്. അച്ഛൻ കൂടെ ഇല്ലാത്ത നാളുകൾ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. പണത്തിനായി ഞാൻ പല വഴികളും തേടുന്നുണ്ട്. ഒന്നും ശരിയാവുന്നില്ല. ഭൂമി, എനിക്കറിയാം തനിക്ക് അച്ഛനോടുള്ള സ്നേഹം, തൻ്റെ നിസ്സഹായത. ഒരു ഡോക്ടറെന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിൽ നോക്കിക്കൂടെ? എല്ലാ വഴികളും നോക്കി. എൻ്റെ കോഫി ഹൗസ് ആണ് തടസ്സം. അതേതോ 5 സ്റ്റാർ ഹോട്ടലാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അൽഫോൺസ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. എനിക്കറിയാവുന്നയാ. ഞാനൊരു കത്ത് തരാം. ഇതൊരു പെയിൻ കില്ലറാണ്. വേദന നിരന്തരം ഉണ്ടാവും. ലെറ്റർ എഴുതിയിട്ട് ഞാൻ വിളിക്കാം. ശരി ഡോക്ടർ. എന്താ മോളെ, പോവാന്ന് പറഞ്ഞോ? ഇല്ല, ഡോക്ടർ ഒരു കത്ത് തരാമെന്ന് പറഞ്ഞു. ആ, എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രക്തം ഛർദ്ദിക്കുന്നേ? അതെ, അൾസറാ. മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട്. ആരംഭമായതുകൊണ്ട് മാറും. നമ്മുടെ കാറ് റോഡിൽ കിടക്കുമല്ലേ? വർക്ക്ഷോപ്പുകാരെ വിളിച്ച് പറയട്ടെ. ആ കാർ ഇനി പണിതിട്ട് കാര്യമില്ല മോളെ. അതെൻ്റെ അച്ഛൻ്റെ ജീവനല്ലേ? ആ ജീവൻ ഞാൻ വിട്ടുകൊടുക്കുമോ? ആ കാർ അയാൾ പോയി എടുത്തോളും. അച്ഛാ, ഞാനും ആ കാറും തമ്മിലൊരു ബന്ധം എന്താ? അതെ ഭൂമി, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാവേ. അച്യുതൻ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അച്യുതൻ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേനെ ഭവാനി വിട്ട ഗുണ്ടകൾ വന്ന് അച്യുതനെ കത്തിയെടുത്ത് കുത്താൻ തുടങ്ങുന്നു. അപ്പോഴത്തേനെ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി വരുന്നു. അയാൾ അപ്പോൾ ഇറങ്ങി ഓടുന്നു, കത്തിയും കളഞ്ഞ്. എന്നാൽ നമുക്ക് പോവാം. അച്ഛൻ ഇവിടെ നിന്നാൽ മതി. ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് വരാം. അച്ഛന് ചായ മറ്റെന്തെങ്കിലും വേണോ? ഇവിടെ ക്യാൻറ്റീനുണ്ട്. വേണ്ട മോളെ. പിന്നെ അയാൾ അച്യുതൻ്റെ പിന്നാലെ വരുന്നു. അപ്പോഴത്തേനെ ഭൂമി സ്കൂട്ടറും എടുത്ത് വരുന്നു. പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. ഭൂമി, എന്താ ബാലേട്ടാ? 15 പീസ് ചായ, 15 പീസ് വൈറൽ ഉണ്ണിയപ്പം, 15 ബുള്ളറ്റ് വട. എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുണ്ട്. ആ ആ ആ സാർ, സാറ് വരാറായി അല്ലേ? ഓക്കെ അല്ലേ? ബൊക്കേമാല എന്തിയെ? ദാ സാർ. അജയുടെ കൂട്ടുകാരൻ വരുന്നു. എന്താ ഈ ബൊക്കേമാലയും? ആർക്കെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടോ? അജയ് സാറിനുള്ള സ്വീകരണം. ആഭ്യന്തരമന്ത്രിയുടെ മോൻ്റെ കേസ് തെളിയിച്ചില്ലയോ? ഓ, എത്ര കൊല്ലം തെളിയാതെ കിടന്ന കേസാ. എക്സലൻറ്റ് ജോബ്. അജയ് എത്തിയിട്ടില്ലേ? എത്തിയിട്ടില്ല, ഇപ്പോൾ എത്തും. പിന്നെ അജയ് വരുന്നു. അജയ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭൂമി ചോദിക്കുന്നു, സാറേ എന്തുണ്ട് വിശേഷം? എന്താ, നിനക്കെന്തെങ്കിലും വിശേഷമുണ്ടോ? പൊങ്കാല ഇടാനാ? പൊങ്കാല സാറിന് കിട്ടുന്നുണ്ടല്ലോ. കണ്ണി കണ്ടവരെല്ലാം സാറിന് പൊങ്കാല ഇടുന്നുണ്ടല്ലോ. എന്തോ പരിപാടി ഉണ്ടല്ലോ. ഹലോ സാർ, നീ എപ്പോൾ വന്നു? കാണണമെന്ന് പറഞ്ഞപ്പോൾ ഓടിയിഞ്ഞെത്തി. ഇവിടെ വന്നപ്പോൾ തീറ്റയ്ക്കുള്ള അവസരം. എന്താടോ ഇതൊക്കെ? കേസ് തെളിയിച്ചതിൻ്റെ ഞങ്ങളുടെ ഒരു സന്തോഷ പ്രകടനം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവരുടെ ആഗ്രഹമല്ലയോ? നടക്കട്ടെ. സാർ, ഭൂമിയും കൂടെ വിളിക്കണ്ടായോ? എന്തിന്? സാർ, ഭൂമിയല്ലേ ഈ കേസ് തെളിയിക്കാൻ ഐഡിയ തന്നത്. എന്ത് ഐഡിയ തന്നെന്നാ? ആ, ശരിയാന്നല്ലോ. അവൾ മരണം നടന്ന വീട്ടിൽ പോയി അയൽവാസികളെ ചോദ്യം ചെയ്ത് കേസ് ഡയറി എഴുതി. എല്ലാ തെളിവുകളും അവൾ കണ്ടെത്തി. DYSP അത് സ്വീകരിച്ചു. ഒരു ചായക്കടക്കാരിയുടെ ഡയറി കുറിപ്പ് എന്നൊരു കഥയും കൂടെ എഴുതടോ. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, ഈ സ്റ്റേഷൻ്റെ അഭിമാനമാണിന്ന്. CA സാർ ആ കേസ് തെളിയിച്ചതോടെ ഈ സ്റ്റേഷൻ്റെ യശസ് ഉയർന്നു. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. തന്നെ കൈയടിച്ചുകൊണ്ട് ഭൂമി കയറി വരുന്നു. കൺഗ്രാജുലേഷൻ സാർ. സാറിനുള്ള സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് മഹാഭാഗ്യം. എല്ലാം ദൈവനിശ്ചയം. എല്ലാം ദൈവം കാണുകയാണ്. ദൈവത്തിന് സ്തുതി. അല്ലേ വക്കീൽ സാറേ? അതെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അജയ് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നു. എടാ, ഞാനൊരു സത്യം പറയട്ടെ. നിനക്ക് ഈഗോ വർക്കായിട്ടുണ്ട്. പോലീസിൻ്റെ ഈഗോ. ഈ കേസ് തെളിച്ചേനെ ഭൂമിക്ക് പങ്കില്ലേ? പങ്കുണ്ടെന്നല്ല, ഫുൾ ക്രെഡിറ്റ് അവക്കാ. അത് പരസ്യമായി സമ്മതിക്കാനേ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. ആവാ, ഞാൻ വന്ന അന്ന് മുതലേ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണ്. ഈ കേസ് ചായക്കടക്കാരി തെളിയിച്ചെന്ന് പറഞ്ഞാൽ? ചായക്കടക്കാരി, ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ തൊഴിലാണ് പ്രശ്നം. എനിക്കറിയില്ല ആൽഫ്രഡ്, പഴയ അജയെ നഷ്ടപ്പെട്ടു. നിനക്ക് ഈക്വാലിറ്റിയുടെ ചോരത്തിളപ്പുണ്ടായിരുന്നു. നീ അത് വെച്ചാ പോലീസിൽ ചേർന്നത്. മതി. ഭൂമി വലിയ സ്മാർട്ടാണ്. എനിക്ക് അയാളെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന്.
ഓർക്കുമ്പോൾ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. നയന, അവളോടുള്ള ചങ്ക് പറിച്ചുള്ള പ്രണയം എല്ലാം എൻ്റെ ക്യാരക്ടറിൻ്റെ താളം തെറ്റിച്ചു. ഡാ, ഞാൻ ഭൂമിയോട് സോറി പറയണോ? ഭൂമി വരുന്നു. ദാ ചായ. ദാ ബാലേട്ട പിടിക്ക്. ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞ് ശീലിച്ചു പോയി. ബാലേട്ടനൊന്നും അല്ല, ഞാൻ ഇച്ചിരി ഓവറായിപ്പോയി. ഞാൻ സാറിനോട് സോറി പറഞ്ഞോളാം. ഭൂമി തിളച്ച് മറിഞ്ഞാ പോയിരിക്കുന്നത്. അറിയാം. വെള്ളം ഒഴിക്കാൻ നോക്കാം. അണയ്ക്കാൻ ഫയർ എഞ്ചിൻ വേണ്ടി വരും. ആ സാർ ചായ ദാ അവിടെ വെക്ക്. എനിക്ക് തന്നേരെ. സാർ സോറി സാർ. സോറി. ഒരു സോറി കൊണ്ട് അവസാനിപ്പിച്ചോ? താനാ കേസ് തെളിയിച്ചത്. എനിക്കങ്ങനെ ഒരു ക്രെഡിറ്റ് വേണ്ടല്ലോ. സത്യം പറയാമല്ലോ. സാർ ഇങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കുമ്പോഴേ കാണാൻ ഒരു ചേലുമില്ല. സാറേ, ദേഷ്യപ്പെടുമ്പോഴാ സൗന്ദര്യം വരുന്നത്. സാറ് ചായ കുടിച്ചില്ല. ദാ സാറേ ചായ. എടുത്തോണ്ട് പോടി. നിന്നെ ഇവിടെ കണ്ടുപോകല്ലോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.